നമസ്കാരം. പണ്ടുകാലത്ത് നമ്മളെ ഒന്നും അമ്പലങ്ങളിൽ പ്രവേശിപ്പിക്കത്തില്ലായിരുന്നു. എന്താ കാരണമെന്നറിയാമോ? നാം വിചാരിക്കും അവർ തന്നെ തൊഴുത് അവർ എല്ലാം വരപ്രസാദവും നേടുകയാണ്, നമ്മളെ അവഗണിക്കുകയാണ്, നമ്മളെ ദൈവത്തിന് മുമ്പിൽ കാണിക്കത്ത് പോലുമില്ല, നമുക്കൊരു കാര്യം ചെന്ന് പറയാനാവില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. അതിനുവേണ്ടി സമരങ്ങൾ ചെയ്തു. ഇപ്പോൾ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാം. നമ്മൾ വിചാരിക്കുന്ന ഈ അമ്പലങ്ങളിലിരിക്കുന്ന ദൈവങ്ങളെല്ലാം നമ്മളെ അനുഗ്രഹിക്കുന്നവരാണ് എന്നാണ്. എന്നാൽ അവർ പേഴ്സണലായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയല്ല അവരവിടെ ഇരിക്കുന്നത്. അവർ പ്രകൃതി പ്രപഞ്ച സംരക്ഷകരാണ്. അതെങ്ങനെ അവർ പ്രപഞ്ച സംരക്ഷകരായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കി കഴിയുമ്പോഴേ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് നമ്മളൊന്നും മനസ്സിലാക്കാതെ അങ്ങ് എടുത്തു ചാടുന്നവരാണ്. പണ്ടുപോലെ അങ്ങനെയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം ആത്മാവുകളാണ്. നമ്മളും ദൈവങ്ങളും മണ്ണും കല്ലും ജലവും വായുവും പ്രകാശവും സൂര്യനും ചന്ദ്രനും ഭൂമിയും എന്നുവേണ്ട ലോകത്തിലുള്ള സർവ്വതും ആത്മാവിൽ നിന്ന് സ്വയം ജനിക്കുന്നതാണ്. ഓരോ ആത്മാവിൽ നിന്ന് ആണ് നമ്മളെല്ലാം ജനിക്കുന്നത്. സൂര്യനും ചന്ദ്രനും നമ്മളും സസ്യങ്ങളും എല്ലാം. ഏതെങ്കിലും ഒരു ആത്മാവ് മെയിനായിട്ട് ഉണ്ടാവും. അതുകൂടാതെ മറ്റനേകം ആത്മാവുകളെ ആകർഷിച്ചാണ് ഓരോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനെ ആരാ നിയന്ത്രിക്കുന്നത്? ആരുമില്ല. എല്ലാ ആത്മാവുകളും ഇങ്ങനെ കൂടിച്ചേർന്നാൽ ഓരോ പദാർത്ഥങ്ങൾ, ഓരോ ജീവികൾ, ഓരോ അവസ്ഥകൾ ഒക്കെ ഉണ്ടാകും, സ്വയം ഉണ്ടാകും. പക്ഷേ ഇതിനെ ആരാ നിയന്ത്രിക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് ആത്മാവുകൾക്ക് മരണമില്ല. ശരിയാണ്, ആത്മാവുകൾക്ക് മരണമില്ല. ആ മരണമില്ലാത്ത ആത്മാവുകൾ വെറുതെ പ്രകൃതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വെറുതെ നടക്കുമ്പോൾ അതിന് സൂക്കേടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനുള്ള സൂക്കേടുണ്ടാവും. ഇപ്പം നമുക്കും അത് ഉണ്ട്. നമ്മളും ആത്മാവിൽ നിന്നുള്ളവരാണ്. നമുക്കും സൂക്കേടാണ്. ഇഷ്ടംപോലെ പണമുണ്ട്, സുഖിക്കാൻ ധാരാളം ഇട കിട്ടിയാൽ നമ്മൾ അപ്പോഴും എന്തെങ്കിലുമൊക്കെ സൂക്കേട് കാണിച്ചു പോകും. ഇപ്പം നമുക്ക് തോന്നും, ഞാൻ നല്ല മാന്യനാണ്, ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഞാൻ നല്ല ഇതായിട്ട് ഇരിക്കും, നല്ല ഇതായിട്ടൊക്കെ സൂക്ഷിക്കും എന്നൊക്കെ പറയും. ഇവിടെ എത്രയോ പേർക്ക് കോടികൾ ലോട്ടറി അടിക്കും. ചിലരൊക്കെ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ പാപ്പരായിപ്പോവും. എന്താ കാര്യം? അങ്ങനെയാണ്. പണം കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സോക്കേടാണ് എന്ന് പറഞ്ഞാൽ ഈ ആത്മാവുകൾക്ക് വെറുതെ നടക്കുമ്പോൾ സോക്കേടുണ്ടാവും. അങ്ങനെയാണ് അവരിങ്ങനെ ജനിക്കുന്നത്. മൃഗങ്ങളായും മനുഷ്യനായും പക്ഷികളായും വായുവായിട്ടും ജലമായിട്ടും എന്ന് വേണ്ട ലോകത്തിലെ എല്ലാമായിട്ട് മാറി മാറി രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കും ഈ ആത്മാവ്. നമ്മളും അങ്ങനെ രൂപപ്പെട്ട് വരികയാണ്. നമ്മുടെ സ്വഭാവം നോക്കിയാലും ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. ആരെങ്കിലും കഴിക്കാനും കുടിക്കാനും തന്നാലും നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ സോക്കേടുണ്ടാവും, മാറിപ്പോകാൻ തോന്നും. ചിലപ്പോൾ എല്ലാം കൂടെ നശിപ്പിച്ചാൽ കളഞ്ഞേച്ച് പിന്നെ മേളിലോട്ട് നോക്കിയിരിക്കും. പിന്നെ ഒന്നുമില്ലെന്നും പറഞ്ഞ് നടക്കും. ഒന്നുമില്ലെങ്കിൽ ചിലപ്പം അങ്ങ് അധ്വാനിക്കും. കഠിന അധ്വാനമാണ്. അധ്വാനിച്ച് എല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു പരിപാടി. അതുപോലെയാണ് ആത്മാവുകൾ വെറുതെ നടക്കുമ്പോൾ അങ്ങ് ഓരോന്നായിട്ട് രൂപാന്തരപ്പെടും. അങ്ങനെ രൂപാന്തരപ്പെട്ടാണ് ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ രസിക്കുക, എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ജനിക്കുന്നത്. ചിലർ പറയാറുണ്ട് മോക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഒന്നും ജനിക്കാതിരിക്കണമെന്നാണ്. ജനിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ സോക്കേട് അന്നേരം അറിയാൻ പറ്റും. ഇപ്പോൾ അങ്ങ് വലിയ ഡീസൻ്റായിട്ട് പറയും, എനിക്ക് ഇനിയും ജന്മമൊന്നും വേണ്ട, ഞാൻ ജനിക്കുകയില്ല എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹമെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനിക്കും. നമുക്കത് ചൊറിയും. നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, അതിങ്ങനെ ചൊറിഞ്ഞിരിക്കും.
ആ ചൊറിച്ചിൽ കുറേ കഴിയും തോറും സഹിക്കും തോറും അത് അസഹ്യമായിട്ട് വരും ഒടുവിൽ. എന്നിട്ട് നമ്മൾ പുനർജനിക്കും. ഇതാണ് അതിൻ്റെ പുനർജന്മത്തിൻ്റെ കാരണങ്ങളും സാധ്യതകളും ഒക്കെ. പക്ഷേ ഇതെന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് പ്രകൃതി നിയമമാണ്. അറിഞ്ഞാൽ കുറേ നല്ലതാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക, നല്ലത് അറിഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കില്ല. അയ്യോ ഞാനൊരു രാജകുമാരനായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കും. ഇപ്പം ചിലപ്പോൾ കൂലിപ്പണിക്കാരനായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഓർക്കും, അയ്യോ ഞാൻ കഴിഞ്ഞ ജന്മം ഒരു രാജകുമാരനായിരുന്നു, അയ്യോ എന്തൊരു കഷ്ടം, അന്ന് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കും. നമ്മളൊന്നും ചെയ്യത്തില്ല, ആഹാരം പോലും കഴിക്കത്തില്ല. ചിലപ്പോൾ അഗാധമായ ദുഃഖമായിരിക്കും ഉണ്ടാകുന്നത്. ചില കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും അത് നമ്മളിങ്ങനെ ജനിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കരമായ, നമ്മൾ ചിലപ്പോൾ വല്ല ആരെങ്കിലുമൊക്കെ കൊന്നിട്ടായിരിക്കും ഇപ്പോൾ വന്ന് ജനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒന്നും വിഷമങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആഹാരം പോലും ഉപേക്ഷിക്കും. ഇതൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രകൃതി തന്നെ നമ്മുടെ ആ ഓർമ്മകളെ അങ്ങ് മായ്ച്ചിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ചില ചെറിയ അറിവുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ ആത്മാവുകളും ഇങ്ങനെ ജനിച്ച് വരും. പക്ഷേ ഇതിനെ ആരാ നിയന്ത്രിക്കുന്നത്? അങ്ങനെ ആരും നിയന്ത്രിക്കാനില്ലാതിരിക്കുമ്പോഴാണ് ദേവന്മാരൊക്കെ ജനിച്ചു വരുന്നത്. അവർ ഇതിനെല്ലാം നിയന്ത്രിക്കും. നിയന്ത്രിക്കുന്നതിന് മുമ്പ് ഭൂമി എങ്ങോട്ട് വേണേലും കറങ്ങും. ചരിഞ്ഞും തിരിഞ്ഞും കറങ്ങിയും എങ്ങനെ വേണേൽ കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കറങ്ങാതിരിക്കും. സൂര്യൻ്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പ്രകാശം ഇല്ലാതിരിക്കും. ആകാശഗോളങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. എല്ലാം പരസ്പരം കൂട്ടിയിടിക്കുകയും ഒരുപാട് ചിഹ്നഗ്രഹങ്ങൾ ഉണ്ടാവുകയും ധൂമകേതുക്കൾ ഉണ്ടാവുകയൊക്കെ അങ്ങനെ ചെയ്യും. ഇതൊന്നും പാടില്ലെന്ന് ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുവന്നത് ദേവന്മാരാണ്. അവരുടെ കൽപ്പനയാണ്, നിങ്ങൾ ഇന്നതുപോലെ ചെയ്യൂ, നിങ്ങൾ ഇന്നതുപോലെ വർത്തിക്കൂ എന്ന് അവർ കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പന അനുസരിച്ചാണ് നമ്മളിവിടെ മഴ പെയ്യുന്നതും, ആ കൽപ്പന അനുസരിച്ചാണ് നമ്മളിവിടെ ചില സമയങ്ങളിൽ മഴ പെയ്യുന്നതും ചില സമയത്ത് മഴയില്ലാതിരിക്കുന്നത്. എന്നാൽ ഇവരെ പാടെ അവഗണിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഇവരുടെ നിബന്ധനകൾ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ ഈ കാലാവസ്ഥയൊക്കെ തെറ്റിയെന്ന് വരാം. അപ്പം ഈ പ്രപഞ്ച പ്രകൃതി നിയന്ത്രണത്തിനാണ് ദേവന്മാർ ജനിച്ചത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ ഉപദ്രവകാരികളായ ചില അസുരന്മാരെ കൊല്ലുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അത് വ്യക്തിപരമായ ഒരു സംരക്ഷണമൊന്നുമല്ല ആരും ചെയ്തത്. അത് വലിയൊരു സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അസുരന്മാരെയൊക്കെ കൊന്നതായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അസുരന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, അസുരന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അവർ ദേവന്മാരുടെ കൽപ്പനകളെ ലംഘിക്കുകയും ദേവന്മാരിൽ വിശ്വസിക്കാൻ ചെയ്യാത്തവരാണ് അസുരന്മാർ. അപ്പം ഈ ദേവന്മാരൊക്കെ പ്രകൃതി പ്രപഞ്ച സംരക്ഷകരാണ്. അതുകൊണ്ട് നമ്മളാരും അവിടെ ചെല്ലേണ്ട കാര്യമില്ല. ഈ ദേവന്മാരെ തിരിച്ചറിയുന്നതൊക്കെ ചില ആളുകൾ മാത്രമാണ്. അവരിങ്ങനെ ദേവന്മാരുടെ കാലശേഷം, ഓരോ ദേവൻ്റെയും കാലശേഷം ആ ദേവന്മാരെ പൂജിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ പൂജ എന്ന് പറഞ്ഞാൽ 3 നേരം മൃഷ്ടാന്ന ഭക്ഷണം ഒരുക്കിയാണ് ദേവന്മാരെ പൂജിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകം അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെയാണ് അവർ പൂജിക്കുന്നത്. 3 നേരം മൃഷ്ടാന്ന ഭോജനം. ഇങ്ങനെ ഒരു ദേവപൂജ ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ പൂജിക്കുന്നത്. അവർ പൂജിക്കുന്നത് പ്രകൃതി സംരക്ഷണാർത്ഥം ഉള്ള ദേവന്മാരെയാണ്. ദേവന്മാരുടെ പ്രഭാവം ഭൂമിയിലും പ്രപഞ്ചത്തിലും വീണ്ടും നിലനിർത്തുന്നതിനാണ് ഈ ചിലർ ദേവന്മാരെ പൂജിച്ചത്. അവരുടെ പ്രാർത്ഥന ഓം സത് സബദൂർവരേണ്യം ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇതൊക്കെയാണ്. അവരെയാണ് ചിലർ ബ്രാഹ്മണർ എന്ന് വിളിച്ചത്. അപ്പോൾ അവരിത് ചെയ്യുമ്പോൾ അവരുടെ വരുമാനം എന്തോ, അവർ കൃഷിയോ കന്നുകാലി വളർത്തലോ ഒന്നും ചെയ്യുകയില്ല. അവർ ഈ ദേവന്മാരുടെ പൂജ ചെയ്ത്
ദേവന്മാർ ഇതൊക്കെ ചെയ്തതിൻ്റെ നന്ദിക്ക് അവരെന്നും മൃഷ്ടാന ഭോജനമൊക്കെ കൊടുത്ത് വരുന്നവരാണ്. അതിന് അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി അവരാണ് അതിൻ്റെ പൂജകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ അവർ പ്രവേശിപ്പിക്കാതിരുന്നത്. കാരണം നമ്മൾ എന്നാൽ എന്തുവാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ദൈവമേ, എനിക്ക് നല്ല പണം തരണേ, എനിക്കൊരു നല്ല പെണ്ണ് തരണേ, ഈ ജാതിയും എല്ലാം ഉപേക്ഷിപ്പിക്കണേ, എല്ലാം നശിപ്പിക്കണേ എന്നൊക്കെ ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ വക പ്രാർത്ഥനകളുടെ ഫലം തരുന്നവരല്ല ദേവന്മാർ. നമുക്ക് വേണ്ടി പൊതുവെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തെങ്കിലും ചില മുട്ടുകൈക്ക് അവർ ചില സഹായങ്ങളൊക്കെ ചെയ്യും ദേവന്മാർ എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊക്കെ അത് സ്ഥിരമായ സഹായമല്ല. എന്നാൽ സ്ഥിരമായ സഹായം ഉദ്ദേശിച്ചാണ് നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഇടമല്ല അമ്പലങ്ങൾ. അതുകൊണ്ടാണ് നമ്മെ പ്രവേശിപ്പിക്കാത്തത്. നമുക്കത് അറിയത്തുമില്ല. നമ്മൾ വിചാരിക്കുന്ന അവരങ്ങ് പ്രാർത്ഥിച്ച് മുഴുവൻ അനുഗ്രഹം നേടുക. നമുക്ക് ഇച്ചിരിയിലും കിട്ടത്തില്ല. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നേരിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ കരുതിയാണ് നമ്മൾ അമ്പലങ്ങളിൽ പ്രവേശനമൊക്കെ ആരംഭിച്ചത്. എന്നാൽ അതല്ല, അങ്ങനെയല്ല അതിൻ്റെ കാര്യം. അപ്പോൾ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ദോഷങ്ങൾ മാറാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും എന്താണ് ചെയ്യേണ്ടത്? ആത്മീയ ജ്ഞാനം നേടി പ്രവർത്തി ചെയ്യണം. വെറുതെ പ്രവർത്തിച്ചാൽ അതിന് വലിയ ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് ആത്മീയ ജ്ഞാനം നേടണം. ആത്മീയ ജ്ഞാനത്തിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആത്മീയ എന്ന് സാധാ മെസ്സേജ് അയയ്ക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ അമ്പലങ്ങളിൽ നമ്മളെ പ്രവേശിപ്പിക്കാതിരുന്നത് എന്താണെന്ന് ചുരുക്കത്തിൽ മനസ്സിലായല്ലോ. ചുരുക്കത്തിൽ ഞാൻ പറയാം. എല്ലാ ആത്മാക്കളും സ്വയം ജനിക്കുന്നതാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് വന്നവരാണ് ദേവന്മാർ. നമ്മളെ അനുഗ്രഹിക്കാൻ വന്നവരല്ല. കാരണം നമ്മളും അവരും എല്ലാം ഒരേ തരത്തിൽപ്പെട്ട ആത്മാവുകളാണ്. അവർക്ക് കൽപ്പനാശേഷി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കും അതുണ്ട്. നമ്മളിൽ താഴെയുള്ളവരെ നമുക്ക് കൽപ്പന കൊണ്ട് മാറ്റാൻ കഴിയും. അപ്പോൾ അതുപോലെ വലിയ കപ്പാസിറ്റി ഉള്ളവരാണ് ഭൂമിയും സൂര്യനെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. ഭൂമിയെ നിയന്ത്രിക്കുന്ന ദേവിയെ നമ്മൾ ഭൂമിദേവി, സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവനെ സൂര്യദേവൻ. അങ്ങനെ അനേക തരത്തിൽ ദേവന്മാരുണ്ടായത് അങ്ങനെയാണ്. ദേവപൂജ തുടങ്ങിയതും അങ്ങനെയാണ്. അതിൻ്റെ രഹസ്യം ഇതാണ്. അല്ലാതെ നമ്മളെ വ്യക്തിപരമായിട്ട് അയ്യോ എനിക്ക് ഒരു ലോട്ടറി അടിപ്പിക്കണേ, എനിക്ക് അടുത്ത മാസം നല്ല കാശ് കിട്ടണേ, എനിക്ക് നല്ല ജോലി കിട്ടണേ, എന്നെ പഠിപ്പിൽ വിജയിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയൊന്നും എടുക്കുന്നവരല്ല ദേവന്മാർ. പകരം അവർ നമുക്ക് നല്ല പ്രകൃതി പ്രപഞ്ച സംരക്ഷണമാണ് തരുന്നത്. അതിൽ നമ്മൾ നോക്കിക്കണ്ട് ജീവിച്ചോണം. അല്ലാതെ നമ്മളെ വ്യക്തിപരമായി അംഗീകരിക്കുന്നവരല്ല. അതുകൊണ്ടാണ് നമ്മളെ അമ്പലങ്ങളിൽ പ്രവേശിപ്പിക്കാതിരുന്നത് എന്ന് ഓർക്കുക. നന്ദി.